പ്രതിപക്ഷം നുണപ്രചരണം നടത്തുമ്പോൾ സർക്കാർ വികസനം ചെയ്യുന്നുവെന്ന് സി.വി. വർഗീസ്. CPIM നയവിശദീകരണ യോഗം കട്ടപ്പന വള്ളക്കടവിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്ന അദ്ദേഹം കോൺഗ്രസും UDF-ഉം വലതുപക്ഷ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് നുണപ്രചരണം നടത്തുമ്പോൾ പിണറായി സർക്കാർ ജനക്ഷേമ പദ്ധതികൾ നടപ്പാക്കി ജനങ്ങളുമായി വികസനം ചർച്ച ചെയ്ത് മുൻപോട്ട് പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. CPIM-ന്റെ നേതൃത്വത്തിലാണ് കട്ടപ്പന വള്ളക്കടവിൽ നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചത്. ലോകത്തിനും രാജ്യത്തിനും മാതൃകയായി കേരളം മുന്നേറി. മതനിരപേക്ഷത സംരക്ഷിച്ച് അഴിമതിരഹിത സംസ്ഥാനമാക്കി മാറ്റി. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കി. ആരോഗ്യം, വിദ്യാഭ്യാസം, പശ്ചാത്തലം, വ്യവസായം തുടങ്ങിയ എല്ലാ മേഖലകളിലും വികസന മുന്നേറ്റം സൃഷ്ടിച്ചു. അതേസമയം കോൺഗ്രസും UDF-ഉം പ്രളയങ്ങൾ ഉണ്ടാകുമ്പോൾ ഫണ്ട് പിരിവ് നടത്തി ജനത്തെ കബളിപ്പിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള കൊടും ക്രിമിനലുകളെ സംരക്ഷിക്കുന്നു. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് കനകേലു തന്നെ വ്യക്തമാക്കിയിട്ടും പ്രതിപക്ഷം ചില പുകമറക സൃഷ്ടിക്കുകയാണ്. ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടം യാഥാർത്ഥ്യമാക്കി LDF സർക്കാർ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹരിച്ചു വരികയാണ്. കട്ടപ്പനയിൽ ഉൾപ്പെടെ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകാൻ ഉത്തരവ് പുറത്തിറക്കി. ജില്ലയിൽ ഉൾപ്പെടെ നിർമ്മാണ നിയന്ത്രണം പിൻവലിക്കുവാൻ അടിയന്തര നടപടി ഉണ്ടാകുമെന്നും ഇക്കാര്യത്തിൽ ജില്ലയിലെ LDF നേതാക്കൾ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയതായും യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് C.V. വർഗീസ് പറഞ്ഞു. വീരനുള്ള അവാർഡ് കൊടുത്ത് അവനെ ആദരിക്കുമായിരുന്നു. ആ രാഹുൽ മാങ്കൂട്ട നിലയിൽ കിടക്കുന്നത് അതിജീവനത്തിന്റെ ഭാഗമായി ഏത് മേഖലയിൽ ദുരിതം അനുഭവിക്കുന്നവരെ സംരക്ഷിക്കുന്ന ഗവൺമെന്റാണ്. എടുത്തില്ലേ? പിന്നെ എവിടെയാ കേരള വ്യൂഹത്തിന് മാതൃകയായി? അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം വരാം, അയ്യോ എന്നിട്ടും നമ്മുടെ പഞ്ചായത്ത് തോറ്റുപോലും സഖാവെ തോറ്റു. തോറ്റതിന്റെ ജനങ്ങളോട് പറയേണ്ട കാര്യവും അകത്ത് പറയേണ്ട കാര്യവും. ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി ഫൈസൽ ജാഫർ അധ്യക്ഷനായിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗം VR സജി, ഏരിയ സെക്രട്ടറി മാത്യു ജോർജ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പൊന്നമ്മ സൂദൻ, CR മുരളി, നിയ സബു, സൗത്ത് ലോക്കൽ സെക്രട്ടറി ലിജോബി ബേബി, നോർത്ത് ലോക്കൽ സെക്രട്ടറി സിജോ മാത്യു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.